പറഞ്ഞല്ലോ അധികം കഴിക്കുവല്ലെന്നും. ഇല്ല. എന്ത് ശരീരത്തിന്റെ രഹസ്യം? ആര് സമ്മതിക്കോടി നിന്നെ കണ്ടാൽ? എത്ര വിവരക്കേടാ. ഹലോ, അമൃത ടിവിയിൽ ആനീസ് കിച്ചൺ എന്നൊരു കുക്കറി ഷോ ഉണ്ട്. സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ചിരുത്തി അവരാധം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആയമയുടെ പരിപാടി. മിക്കവാറും റിഗ്രസീവ് ആയിട്ടുള്ള ഭൂതകാല കുളിരിൽ വിരമിക്കുന്ന ചോദ്യങ്ങളായിരിക്കും കക്ഷി ചോദിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കാര്യത്തിൽ ഏറിൽ പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കാണാറില്ലാത്തൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഈയിടെ പ്രസീതയായിട്ടൊരു ഇന്റർവ്യൂ കണ്ടു. പ്രസീതയായിരുന്നു അതിനകത്തെ ഗസ്റ്റ്. പ്രസീത നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, നമ്മുടെ ബഡായി ബംഗ്ലാവിലെ അമ്മായിയായിട്ട് വന്ന. രമേഷ് പിഷാരടിയുമായിട്ട് ഏജിന് അധികം വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അവരുടെ ശരീരം കൊണ്ടായിരിക്കണം അവരെ അമ്മായി ആക്കിയത്. പിന്നെ അതിനകത്തും അവരൊരു ഭക്ഷണം ഇഷ്ടപ്പെടുന്ന സ്ത്രീയായിരുന്നു. തീറ്റം ഭണ്ഡാരം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട സ്ത്രീയായിരുന്നു. ഓക്കെ, അത് കഥാപാത്രമാണെന്ന് വിശ്വസിക്കാം. പക്ഷെ ഈ ഷോയിലും ആനിയുടെ ഷോയിലും ആനി ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ അങ്ങ് 20ാം നൂറ്റാണ്ടിലോ 19ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരിക്കുന്ന ഒരാൾ ചോദിക്കുന്ന പോലുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെയും ആളുകൾക്ക് വിവരം വെച്ചതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെ ഇവർക്ക് പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാൽ നമുക്ക് ആ ഇന്റർവ്യൂവിൽ ആ ഭാഗം ഒന്ന് കാണാം. മനീഷ് അതിനെ പറ്റി ഒന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഭക്ഷണത്തോടെ അധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ല, ആക്രാന്തം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നീ എന്ന് പറഞ്ഞാൽ സംഭവിക്കൂ? ആക്ച്വലി പറഞ്ഞാല് സമ്മതിക്കാം. ആര് സമ്മതിക്കൂടെ? ഇതിനെ കണ്ട എന്നെ കണ്ടാലും സമ്മതിക്കില്ല, അതല്ലേ കുഴപ്പം. നല്ല ചോദ്യം അല്ലേ? ഭക്ഷണത്തിന് ആക്രാന്തമില്ലാത്ത, ഭക്ഷണം ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഭക്ഷണം അധികം കഴിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രസിദ്ധ പറയുന്നു സത്യത്തിൽ സമ്മതിക്കും. ആര് സമ്മതിക്കോടി നിന്നെ കണ്ടാൽ? എത്ര വിവരക്കേടാ അല്ലേ? ഒരാളുടെ ശരീരത്തിന്റെ സ്ഥിതി, ശരീരത്തിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അയാളുടെ ബോഡി നേച്ചർ കണക്കായിരിക്കും. ചിലർക്ക് നീളം കൂടുതലായിരിക്കും, ചിലർക്ക് നീളം കുറവായിരിക്കും, ചിലർക്ക് വണ്ണം കൂടുതലായിരിക്കും, ചിലർ മെലിഞ്ഞതായിരിക്കും. അതൊരു സാധാരണ സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജെ ഹേ സിനിമയിൽ പറഞ്ഞതുപോലെ തൈറോയിഡ് പോലുള്ള ഇഷ്യൂസ് കൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ വരാം. ചിലർക്ക് വണ്ണം കൂടാം, ചിലർക്ക് വണ്ണം കുറയാം. അല്ലാതെ എല്ലാവരും തിന്നിട്ടല്ല വണ്ണം വെക്കുന്നത്. അത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ആണ്, തിന്നത് കൊണ്ടാണ് വണ്ണം വെക്കുന്നതെന്ന്. ആഹാരം കഴിച്ചുകൊണ്ട് ഒരു വണ്ണം ഉണ്ടാകാം. അത് ഡയറ്റ് കൺട്രോൾ ചെയ്താൽ തന്നെ അത് കുറയും. വലിയ കാര്യമൊന്നും അല്ല. അതിനകത്ത് കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക, അതിൽ വണ്ണം കുറയ്ക്കാൻ പറ്റും. പക്ഷേ ചിലർക്ക് ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ട്, മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് വണ്ണം വെക്കുന്നത് എങ്ങനെ കുറയും? അത്രയും അങ്ങനെ പെട്ടെന്നൊന്നും കുറയത്തില്ല. ഇവർ ചോദിക്കുന്നുണ്ടോ, നിനക്ക് ആക്രാന്തമല്ലേ ഭക്ഷണത്തിന്? നിന്നെ കണ്ട ആര് പറയൂടി ഇങ്ങനെ വണ്ണം വെക്കുന്നത് ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണെന്ന്? ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് നീ വണ്ണം വെച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഈ ആനിക്ക് ഒരു ചെറിയ ക്ലാസിന്റെ ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. അത് ഷാജി കൈലാസ് തന്നെ എടുത്തു കൊടുക്കുമെന്ന് തോന്നുന്നു. അതോ ഷാജി കൈലാസ് സിനിമകൾ ഇപ്പോൾ എടുക്കുന്നത് അന്ന് 19ാം നൂറ്റാണ്ടിലെ രീതിയിലാണ്, 1990കളിൽ ഇറങ്ങിയ രീതിയിലാണ്. 19ാം നൂറ്റാണ്ടെന്ന് ഞാൻ പറയുന്നില്ല, 90കളിൽ ഇറങ്ങിയ രീതിയിലാണ് കക്ഷിയുടെ ചിന്തകൾ. ഇപ്പോഴും ആ രീതിയിലുള്ള സിനിമകൾ തന്നെയാണ് ഇപ്പോഴും എടുത്തു വെക്കുന്നത്. ഭായം കൊണ്ടോ മറ്റോ കടുവ എന്ന സിനിമയൊക്കെ ഓടിയെന്ന് തോന്നുന്നു. ആ കടുവ എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയെ കണ്ടിട്ട്, ഓട്ടിസ്റ്റിക് ആണെന്ന് തോന്നുന്നു, ആ കുട്ടിയെ കണ്ടിട്ട് അല്ല നായകനായ പൃഥ്വിരാജ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് എഴുതിയത് ജിനു വി എബ്രഹാം ആണ്. പക്ഷെ സംവിധായകനായ ഷാജി കൈലാസിനും അതിനകത്ത് കുറ്റമൊന്നും തോന്നിയില്ല. സിനിമയിൽ വന്നു, ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് ആ ഡയലോഗ് മാറ്റേണ്ടി വന്നത്, റിമൂവ് ചെയ്യേണ്ടി വന്നത്. അതായത് ഷാജി കൈലാസും ഇങ്ങനെയുള്ള ചിന്തയുള്ള ഒരാൾ തന്നെയായിരിക്കും. അപ്പോൾ രണ്ടുപേരും ചേരുംപടി ചേർന്നിരിക്കുകയാണ്. ഇനി ബാക്കി കൊണ്ടൊന്ന് കാണാം. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്താ പറയുക, ഈ ഒരു ഞാനിപ്പോൾ ചെയ്യണ പരിപാടി കാരണം ഒരു മര്യാദയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ നിർത്തിയില്ല. ആൾക്കാരൊക്കെ തിരിഞ്ഞു നമ്മളെയാണ് നോക്കണം, ഇവർ എത്ര എടുക്കണം, ഈ പറഞ്ഞ കൂട്ടത്തിന് കൂടുതലാണ് അത്, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു മനസ്സമാധാനമായിട്ടേ നമ്മൾ ബാക്കിയുള്ള അതിനെ നമ്മളെക്കാട്ടിലും ട്രിപ്പിളത്തെ സൈസുള്ള ആൾക്കാരൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മൾ കഴിക്കുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ടൊക്കെ അതിൽ പറഞ്ഞ പോലെ കേട്ടാ കേറ്റ. അതുകൊണ്ട് ഒരു രക്ഷയില്ല, എവിടെ പോകാൻ മനസ്സമാധാനത്തോടൊന്നും കഴിക്കാനൊക്കെയല്ലേ? ശരി, സമ്മതിച്ചു. എന്നാ പിന്നെ ഈ പറഞ്ഞ നമ്മളെല്ലാരും കേട്ടെ പ്രസിദ്ധ പറഞ്ഞത് ഇതാന്നു സത്യം, സമ്മതിച്ചു. എന്നാ പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പൊ ഞാൻ ഈ ഷൂ തുടങ്ങിയ പിന്നെ മിക്ക പേരും എന്നോട് വന്ന് ഡയറ്റിന്റെ കാര്യവും മറ്റു കാര്യവും ഒക്കെ ചോദിക്കാറുണ്ട്. സ്ത്രീകളാന്നേൽ അതായത് വർക്ക്ഔട്ട് ചെയ്യണം, ഇച്ചിരി വണ്ണം വെച്ചാൽ ഉടനെ വർക്ക്ഔട്ട് ചെയ്യണമെന്നൊക്കെ പറയുവേ. പറഞ്ഞല്ലോ അധികം കഴിക്കുവല്ലെന്നും. ഇല്ല. എന്ത് ശരീരത്തിന്റെ രഹസ്യം? അത് നല്ല മനസ്സ്. അതിനെ ചോദ്യം ചെയ്യാൻ പറ്റും. നല്ല മനസ്സ്. നമ്മളുടെ മനസ്സ് നമ്മൾ തന്നെ നമിക്കണം. ഈ ഷൂ കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഷൂ ഭയങ്കര ഷൂ തന്നെയാണ്. ഈ ഷൂ വഴി ആനി എന്തോ റെസ്റ്റോറന്റോ മറ്റോ തിരുവനന്തപുരത്ത് തുടങ്ങിയെന്നും കേട്ടായിരുന്നു. അതിന്റെ ഗതി എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഭയങ്കര ഒരു ഷൂ ആണ് സംഭവം. അപ്പോ
ഈ ചോദ്യത്തെ പ്രസീത നല്ല ജോവിയലായിട്ട് തന്നെ എടുത്തു, ജോളിയായിട്ട് തന്നെ മറുപടി പറഞ്ഞു. ഇവർ രണ്ടൊരു സുഹൃത്തുക്കളായിരിക്കാം, ഒരുമിച്ച് പുതുക്കോട്ടയിലെ പുതുമളവാളം പോലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ സുഹൃത്തുക്കളായിരിക്കാം. അതുകൊണ്ടായിരിക്കും, അതോ ആ കുട്ടിയുടെ നേച്ചർ കൊണ്ട് അതിന് വലിയതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല ആയിരിക്കാം. ചിലപ്പോൾ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും പുറമേ അത് കാണിക്കാത്തതും ആയിരിക്കാം. എന്തായാലും നല്ല മനസ്സുള്ളതുകൊണ്ടാണ് താൻ വണ്ണം വെച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ആനി വിടുന്നില്ല. ആനി ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നീ എങ്ങനെയാണ് വണ്ണം വെച്ചത്? പറ, നീ അധികം കഴിക്കത്തില്ല എങ്കിൽ പിന്നെ നീ എങ്ങനെയാണ് വണ്ണം വെച്ചത്? ആ വണ്ണത്തിൽ പിടിച്ചവർ കളിക്കുകയാണ്. അപ്പൊ തമാശക്കാണ് പറഞ്ഞതെങ്കിലും പ്രസീതയുടെ മനസ്സ് നല്ലതാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ആനിയുടെ ഇങ്ങനെ ഒരു ചോദ്യത്തിന് അത്രയും കൂളായിട്ട് മറുപടി പറയുകയാണെങ്കിൽ അത്ര എളുപ്പമല്ല. ഒരാൾ വണ്ണത്തെ കളിയാക്കുക, അയാളെ ബോഡി ഷേമിങ് ചെയ്യുകയാണ്, ക്ലിയർ ആയിട്ട് അയാളുടെ മുഖത്ത് നോക്കി ബോഡി ഷേമിങ് ചെയ്യുകയാണ്. ചില കോമഡി ഷോസിലും മറ്റും നമ്മൾ ബിനു അടിമാലിയെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ബിനു അടിമാലിയുടെ സ്ഥിരം വേട്ടമൃഗം കൊല്ലം സുചിയായിരുന്നു. അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം ഇപ്പോൾ ആരാണ് വേട്ടമൃഗം എന്ന് അറിയത്തില്ല, ഞാൻ കാണാറില്ല ആ ഷോ എന്ന്. അപ്പോൾ ബിനു അടിമാലിയയുടെ ഒരു ഫീമെയിൽ വേർഷനാണ് ആനിയെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിളിച്ചിരുത്തി, ഗസ്റ്റാണ് അയാളെ വിളിച്ചിരുത്തിയിട്ട് ബോഡി ഷേമിങ് ചെയ്യാനുള്ള തൊലിക്കട്ടി കാണ്ടാമൃഗത്തിന് പോലും കാണത്തില്ല. സമ്മതിച്ചു കൊടുക്കണം. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ട് ഒരു വ്യക്തിയായിട്ടേ നമുക്ക് മനസ്സിലാവത്തില്ല. സോ ജോളി, സോ പോസിറ്റീവ്, സോ എനർജറ്റിക്. പക്ഷേ താൻ വർക്ക് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആകും. യു ആർ എ ലീഗൽ അഡ്വൈസർ ടു സപ്പോർട്ട് അമേരിക്കൻ കമ്പനിയാണ്. അപ്പൊ താൻ അവിടെ പോയിട്ട് എങ്ങനെയാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ബേസിക് ക്യാരക്ടേഴ്സ് ദാറ്റ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അവിടെ ചെല്ലുമ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യണം. നമ്മളപ്പോ യോഗ മെഡിറ്റേഷൻ ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോശമായിട്ട് ഫീൽ ചെയ്യില്ലേ? അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതെ, സിനിമയിൽ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ തമാശ പറയുന്നവർ, ചിരിക്കുന്നവർ ഓഫീസിൽ ചെന്ന് ഡാൻസ് കളിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് കോടതിയിലെ ജഡ്ജി അയാൾ സുഹൃത്തുക്കൾക്കിടയിൽ എങ്ങനെയായിരിക്കും? അയാൾ അവിടെയും ജഡ്ജ്മെന്റ് പറയുമായിരിക്കും? അല്ലല്ലോ. ഒരു ഡോക്ടറായിട്ടുള്ള ഒരാൾ രോഗികളെ ചികിത്സിക്കുമ്പോഴുള്ള സീരിയസ്നെസ് സുഹൃത്തുക്കൾക്കിടയിലായിരിക്കുമ്പോഴും ഉണ്ടായിരിക്കുമോ? അത് അയാളുടെ തൊഴിലാണ്, ഇത് അയാളുടെ വ്യക്തി ജീവിതമാണ്. രണ്ടും രണ്ടാണ് മിസ്സസ് ആനി ഷാജി കൈലാസ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇതേപോലെ ഒരു ചോദ്യം അഭിലാഷ് മോഹനൻ ജഗദീഷിനോട് ചോദിച്ചിരുന്നു. നിങ്ങൾ കൊമേഡിയൻ ആണ്, സിനിമയിൽ കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോഴും ഇതേ പ്രശ്നമല്ലേ ഉണ്ടാകുന്നത്? അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി അഭിലാഷിന്റെ അണ്ണാക്കിൽ തന്നെ അന്ന് കൊടുത്തിരുന്നു ജഗദീഷ്. അദ്ദേഹം പറഞ്ഞു, സിനിമയിൽ കൊമേഡിയൻ ആണ്, പക്ഷെ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു അധ്യാപകനാണ്. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അവർ അത് കേട്ടിരിക്കാനെയും ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്ന പോലെ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. വ്യക്തമായ മറുപടിയാണ്. അത് തന്നെയാണ് ഇവരൊരു ലീഗൽ അഡ്വൈസർ ആണ്, ഒരു വലിയ ഫേമിലെ, എബ്രോഡുള്ള ഫോറിനിലുള്ള ഒരു ഫേമിലെ ലീഗൽ അഡ്വൈസർ ആണ്. അപ്പോൾ അവിടെ അതിന്റെ സീരിയസ്നെസ് ഉണ്ടാകും. അവിടെ പോയി കോമഡി പറഞ്ഞുകൊണ്ട് ഈ ലീഗൽ കാര്യങ്ങൾ റിസോൾവ് ആകില്ല. അവിടെയും കോർട്ടിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് കോമഡി പറയാനും അഭിനയിക്കാനും പറ്റില്ല. ആനിയുടെ ഷോ ഇതാണ്, ആനിയുടെ തൊഴിൽ ഇതാണ്. നിങ്ങൾക്ക് ഇത് ചിരിച്ച് കളിച്ച് സംസാരിച്ചേ പറ്റൂ. അത് നിങ്ങളുടെ തൊഴിലാണ്. നിങ്ങളുടെ തൊഴിൽ മറ്റേതെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ബിഹേവ് ചെയ്തേനെ. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നതും സുഹൃത്തുക്കളുടെ ഒപ്പമുള്ള ബിഹേവിയറും ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ ഓഫീസിലുള്ള. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആനി ഇതുവരെ ജോലിക്കൊന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ മാഡം പറഞ്ഞ പോലെ ജോലിയും കൂലിയും ഇല്ലാത്ത നമ്മളെപ്പോലുള്ളവർക്ക് ജോലി തരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ആനി ഷൂ നടത്തുന്നതെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ആൾക്കാർ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് നോട്ടീസ് ചെയ്യാത്തതിന് കാരണം ആ സ്പോർട്ടീവ് സ്പിരിറ്റിൽ പ്രസീത എടുത്തത് മാത്രമാണ്. പ്രസീത അതിന് ചെറിയൊരു നെഗറ്റീവ് കമന്റ് പറഞ്ഞിരുന്നെങ്കിൽ, അതിനെ നെഗറ്റീവായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആനിക്കിട്ട് ഒരു കൊട്ടു കൊട്ടിയിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് വൈറലായതിന് ഒരു സംശയമില്ല. കാരണം ആ രീതിയിലാണ് ചോദിക്കുന്നത്. നീ തിന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാടി നീ വണ്ണം വെക്കുന്നത്? നിന്റെ വണ്ണം എന്ത് വൃത്തികേടാടി എന്നാണ് അവൾ ഇൻഡയറക്ട്ലി പറയുന്നത്. അത് തന്നെയാണ് പ്രശ്നം. ഇത് ബോഡി ഷേമിംഗ് ആണെന്ന് ആനിക്ക് മനസ്സിലാവില്ല. കാരണം ആനി വെളുത്ത് സുന്ദരിയാണ് എന്നൊരു ചിന്ത ആനിയുടെ ഉള്ളിലുണ്ട്. ആനി എന്തെങ്കിലും ഒരു ദിവസം ഒരുത്തൻ ബോഡി ഷേമിംഗ് ചെയ്താൽ മാത്രമേ ആനിക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ബോഡി ഷേമിംഗ് കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമം എത്രയാണെന്ന്, ദുഃഖം എത്രയാണെന്ന്, വേദന എത്രയാണെന്ന് അത് ആനിക്ക് മനസ്സിലാവണം. വേണമെങ്കിൽ ആൾക്കാർക്ക് അവരുടെ ഭർത്താവിനെയും കളിയാക്കാം, അദ്ദേഹത്തിന് വണ്ണം ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ ആനിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? ആനി ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇതിനി ഈ വീഡിയോ ആനി കാണുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഭർത്താവിനെയോ മകനെയോ പറ്റി ഇതുപോലെ ഒരു ബോഡി ഷേമിംഗ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റിയും ബോഡി ഷേമിംഗ് ചെയ്യാനുള്ളവർക്ക് ചെയ്യാൻ, വേണ്ടവർക്ക് ചെയ്യാം, അത് അവിടെ ഇരിക്കട്ടെ. നിങ്ങളെപ്പറ്റിയല്ല, നിങ്ങളുടെ ഭർത്താവിനെയോ മകനെയോ പറ്റിയോ പോലും ആരെങ്കിലും ബോഡി ഷേമിംഗ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? അത്രേ എനിക്ക് ചോദിക്കാവുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.